തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2021 ജനുവരി 8 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 5 മുതൽ 13 വരെയും, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയും തിരുവചനങ്ങൾ. ഈശ്വരാറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. സുവിശേഷം ഇന്നും നമ്മോട് പറയുന്നത് ക്രിസ്തുവിലുള്ള പ്രത്യാശ ഒരുവനെ എങ്ങനെയാണ് സൗഖ്യത്തിലേക്ക് നയിക്കുക എന്നതിനെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിലായിത്തീർന്ന ഒരുവൻ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധരിക്കുന്ന ഒരുവൻ നിശ്ചയമായും സൗഖ്യാനുഭവത്തിലേക്ക് പ്രവേശിക്കും. സൗഖ്യമെന്നത് കേവലം ബാഹ്യമായ ഒരടയാളമായി മാത്രം കരുതരുത്. അത് ക്രിസ്തുവിലുള്ള ഒരു ഉയർച്ചയാണ്. ഒരു കുഷ്ഠരോഗി അവനെ കണ്ട് വണങ്ങുന്നു. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് യേശുവിനോട് പറയുന്നു. സമ്പൂർണമായ അധികാരം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു ഭാഷണമാണ് കുഷ്ഠരോഗി നടത്തുക. കർത്താവെ എന്ന വിളിയിൽ ഉടയവനെ എന്ന ധ്വനിയുണ്ട്. ഒപ്പം തന്നെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ ഹിതം പോലെ സംഭവിക്കും എന്ന ഉറപ്പ് കുഷ്ഠരോഗിക്കുണ്ട്. അങ്ങനെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്ന്, തൻ്റെ ഉടയവനാണെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റുപറയുന്നതിലൂടെ ക്രിസ്തുവിൽ അവൻ ദൈവത്തെ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചമാണ് കുഷ്ഠരോഗിയിലേക്ക് കാരുണ്യമായിട്ട് ക്രിസ്തുവിൽ നിന്ന് ഒഴുകുക. യേശു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ക്രിസ്തുവിന് എല്ലാവരെയും സുഖപ്പെടുത്താനുള്ള മനസ്സാണ്, എല്ലാവർക്കും ജീവൻ കൊടുക്കാനുള്ള മനസ്സാണ്, എല്ലാവരെയും ആശ്വസിപ്പിക്കാനുള്ള മനസ്സാണ്. ക്രിസ്തുവിൻ്റെ മനസ്സിനെക്കുറിച്ച് സംശയമുള്ളത് നമുക്ക് മാത്രമാണ്. അവൻ സുഖപ്പെടുത്തുമോ, അവൻ എന്നെ ആശ്വസിപ്പിക്കുമോ, അവൻ എന്നോട് കരുണ കാട്ടുമോ എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പായിട്ടില്ല. കുഷ്ഠരോഗിക്ക് ആ ഉറപ്പുള്ളത് കൊണ്ട് കുഷ്ഠരോഗി അവനിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീരുറവ സ്വീകരിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. തൽക്ഷണം അവന് ശുദ്ധി വന്നു എന്നാണ് സുവിശേഷം പറയുക. ഈശോ പറയുന്നുണ്ട്, ഇക്കാര്യം നീ ആരോടും പറയരുത്, നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒരു സൗഖ്യത്തിൽ വേണ്ട പ്രവൃത്തിയെന്ന് ക്രിസ്തു പറയും. തന്നെക്കുറിച്ചല്ല പറയേണ്ടത്, മഹത്വപ്പെടുത്തേണ്ടത് പിതാവിനെയാണ്. അതിന് പുരോഹിതൻ്റെ അടുത്ത് പോയി നീ കാഴ്ചകൾ അർപ്പിക്കണമെന്ന് കുഷ്ഠരോഗിയോട് പറയുന്നു യേശു. പക്ഷേ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വർദ്ധിക്കുന്നു. രോഗശാന്തിക്ക് വേണ്ടി നിരവധി പേർ അവൻ്റെ അടുത്ത് വരുന്നു, തിക്കുകൂടുന്നു. യേശു വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങുന്നു. ഒരു കേവല സൗഖ്യം കൊടുക്കുന്ന ആളായി മാറാനല്ല ക്രിസ്തുവിൻ്റെ പ്രവൃത്തി അന്നും ഇന്നും. അതുകൊണ്ട് ക്രിസ്തു സൗഖ്യം നടത്തി തൻ്റെ ദൈവത്വം സ്ഥാപിച്ചെടുക്കേണ്ട ഒരാളല്ല. യേശു പരമകാരുണ്യമാണ്, ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ വെളിപ്പെടുന്നു. അത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയാണ്. അവൻ മഹത്വപ്പെടേണ്ടതില്ല, അവൻ കുരിശിൽ മഹത്വപ്പെട്ടവനാണ്. യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നതിനർത്ഥം നാം ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്ന് തന്നെയാണ്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, എപ്രകാരമാണ് നമുക്ക് ക്രിസ്തുവിൽ അങ്ങനെ ഉയരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഗൗരവമായി നാം ചിന്തിക്കണം. യേശു ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്നവനല്ലാതെ, വിശ്വസിക്കുന്നവനല്ലാതെ ആർക്കാണ് ലോകത്തെ ജയിക്കാൻ പറ്റുക? ഈ ലോകത്തിൻ്റെ സാമാന്യതകളെ ലംഘിക്കണമെങ്കിൽ ക്രിസ്തുവിന് മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ട് രണ്ടു തരം സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറയുക, ജലത്തിൻ്റെയും രക്തത്തിൻ്റെയും സാക്ഷ്യം. ജലവും രക്തവും രണ്ട് ഭാവാത്മക പ്രതീകങ്ങളാണ്. ജലം ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ്. ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ് ജലം. രക്തമാകട്ടെ ജീവൻ തന്നെയും. അങ്ങനെ ജീവൻ്റെ സാധ്യതയും ജീവൻ തന്നെയുമായ ക്രിസ്തുവിന് സാക്ഷികളായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അഥവാ നമ്മുടെ ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും ക്രിസ്തുവിന് നാം സാക്ഷ്യം നൽകേണ്ടതുണ്ട്. അങ്ങനെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നമ്മിൽ നിന്നുണ്ടാകണമെന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ഈ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും സാക്ഷ്യം വെളിപ്പെടുത്തുക വഴി ക്രിസ്തുവിൽ നാം നവീകൃതരാകുന്നു, ക്രിസ്തുവിൽ നാം ജീവൻ അനുഭവിക്കുന്നവരായിത്തീരുന്നു. യേശു പറയുകയാണ്, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവരാണ് നാം. ഒപ്പം തന്നെ
ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരും. ഇപ്രകാരം യേശുവിലായിത്തീരാൻ വിളിക്കപ്പെട്ട നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും സാധ്യതകളെയും ക്രിസ്തുവിൽ സമർപ്പിക്കാം. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങനെ രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.